വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാലുവേഷനിലെ തേർഡ് മൊഡ്യൂള് ബിൽഡിംഗ് എസ്റ്റിമേഷൻ ആണ്. അതും സെൻട്രൽ ലൈൻ മെത്തേഡ് വെച്ച് എങ്ങനെ ചെയ്യാമെന്നാണ്. സ്ഥിരമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സെൻട്രൽ ലൈൻ മെത്തേഡിൽ നിന്ന് കാണാറുണ്ട്. ഒന്നേ സെൻട്രൽ ലൈൻ ആയിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡ് യൂസ് ചെയ്തും ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സെൻട്രൽ ലൈൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു 2 റൂംഡ് ബിൽഡിങ്ങിൻ്റെ എസ്റ്റിമേഷൻ എങ്ങനെ കാണാമെന്നാണ്. ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. എസ്റ്റിമേറ്റ് ദി ക്വാണ്ടിറ്റി ഓഫ് ദി ഫോളോയിങ് ഐറ്റംസ് ഓഫ് എ 2 റൂംഡ് ബിൽഡിംഗ് ഫ്രം ദി ഗിവൺ പ്ലാൻ ആൻഡ് സെക്ഷൻ. എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ കണ്ടുപിടിക്കണം നമ്മൾ. അതുപോലെ തന്നെ ലൈൻ കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ, ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ സിമെന്റ് മോട്ടാർ 1:6 ഇൻ ഫൗണ്ടേഷൻ ആൻഡ് പ്ലിന്ത് 2.5 സിമെന്റ് കോൺക്രീറ്റ് ഡാം പ്രൂഫ് കോഴ്സ് ആൻഡ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ ലൈം മോട്ടാർ ഇൻ സൂപ്പർ സ്ട്രക്ചർ. ഇത്രയുമാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫിഗറും തന്നിട്ടുണ്ട്, നമുക്ക് പ്ലാനും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ആ വാളിൻ്റെ ക്രോസ് സെക്ഷനും തന്നിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എടുത്തു പറയുന്നു, ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് സെൻട്രൽ ലൈൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഈ 2 റൂമായാലും 3 റൂമായാലും 4 റൂമായാലും വരുന്നത്. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ മതിയാവും. നമ്മളിതിൽ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് ആണ്. ആദ്യം കണ്ടുപിടിക്കേണ്ടത് ടോട്ടലി ഉള്ള സെൻട്രൽ ലൈനിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ ആ ടോട്ടലി ഉള്ള സെൻട്രൽ ലൈനിൻ്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. നോർമലി സിമ്പിളായിട്ട് പറഞ്ഞാൽ അവിടെയുള്ള ഹൊറിസോണ്ടൽ ലൈൻസ് എത്രണ്ണമുണ്ട്, അതുപോലെ തന്നെ ഹൊറിസോണ്ടലിൻ്റെ മെഷർമെൻറ്റും ലൈൻ എന്നല്ല ഹൊറിസോണ്ടലിൻ്റെ മെഷർമെൻറ്റ് പ്ലസ് വെർട്ടിക്കൽ മെഷർമെൻറ്റ് എടുത്താൽ മതി. പക്ഷേ എടുക്കുന്ന സമയത്ത് എത്ര വോൾസ് ഉണ്ട് അതെല്ലാം തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം. ലോങ് വാളും ഷോർട്ട് വാളും സ്പെഷ്യലായിട്ട് തന്നെ കൺസിഡർ ചെയ്ത് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നിങ്ങൾ നോക്കുമ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു പ്ലാനിൻ്റെ ഒരു ഫുൾ സെറ്റായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ പ്രോബ്ലത്തിലോട്ട് കിടക്കാൻ. വാളിൻ്റെ തിക്നെസ് 30 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു റൂമിൻ്റെ വിഡ്ത്ത് 4 മീറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ലോങ് വാളിൻ്റെത് 6 മീറ്റർ ആണ് വരുന്നത്. അപ്പോൾ ഷോർട്ടായിട്ടുള്ളതാണ് ഞാനിപ്പോൾ 4 മീറ്റർ എടുത്തത്. ഇതിപ്പോൾ റൂമിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് 6 മീറ്റർ ഇൻറ്റു 6 മീറ്ററിൻ്റെ റൂമാണ്, വാൾ തിക്നെസ് 6. അതുപോലെ തന്നെ എത്ര ഡോറുണ്ട്, എത്ര വിൻഡോ ഉണ്ട്, ഇതെല്ലാം നമുക്ക് ചെയ്യാൻ ആവശ്യമുണ്ട്. ഡോറ് 1, 2, ഇപ്പോൾ 2 ഡോറാണ് നമുക്കുള്ളത്. വിൻഡോ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4 വിൻഡോ, 2 ഷെൽഫ്. ഇത്രയും കാര്യങ്ങളാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്രോസ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഇതിൻ്റെ എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്യാനുള്ള ഡെപ്ത് വിഡ്ത്ത് തന്നിട്ടുണ്ട്. സോ അതേ വിഡ്ത്ത് തന്നെയാണ് എന്തിലും തന്നിരിക്കുന്നത്, ലൈം കോൺക്രീറ്റിൻ്റെനും തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് തന്നിട്ടുണ്ട്, ഓരോന്നിൻ്റെയും തന്നിട്ടുണ്ട്. സോ 80 വരുന്ന ഫസ്റ്റ് ഫൂട്ടിംഗ്, 70 വരുന്ന സെക്കൻഡ്, 60 വരുന്ന തേർഡ്, 50 വരുന്ന ഫോർത്ത്. അപ്പോൾ ഫോർത്ത് ഫൂട്ടിംഗ് ഉണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് പ്ലിന്ത് ലെവലാണ്. പിന്നെ DPC തന്നിട്ടുണ്ട്. അതുപോലെ ലിൻഡലിൻ്റെ കാര്യം ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ലിൻഡൽ ഡോർ ഉണ്ടെങ്കിൽ എന്തായാലും അവിടെ എന്ത് കാണും, ലിൻഡൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ സൂപ്പർ സ്ട്രക്ചറിൻ്റെ ഹൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഫുൾ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ഇൻറ്റു ചെയ്താൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇതിൽ മെയിനായിട്ട് വരുന്നത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ചെയ്താൽ മാത്രം മതി. കൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ആദ്യം ഞാൻ പറഞ്ഞു ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് ഓഫ് വാളിൻ്റെ സെൻട്രൽ ലൈൻ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് ഓഫ് വാൾ. ആദ്യം ഇതിലെത്ര ഷോർട്ട് വാൾ ഉണ്ടെന്ന് നോക്കാം. 1, 2, 3 എത്ര എണ്ണമാണുള്ളത്? 3. സോ 3 ഇൻറ്റു മെഷർമെൻറ്റ് നോക്കാം നമുക്ക്. 3 ഇൻറ്റു സെൻറ്ററാണ് എടുക്കുന്നത്. അപ്പോൾ വാളിൻ്റെ ഈ ഒരു അറ്റം എടുക്കുന്ന സമയത്ത് ഫുൾ എടുക്കരുത്. എന്തുമാത്രം എടുക്കാവോ? ഹാഫേ എടുക്കാവൂ. അപ്പോൾ ഫുള്ള് 30 പറഞ്ഞിട്ടുണ്ട്. 30 സെൻറ്റിമീറ്റർ ആണ്. 30 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 0.3 മീറ്റർ ആണ് വരുന്നത്. അപ്പോൾ 0.3 മീറ്ററിൻ്റെ ഹാഫ് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ ഒരു സൈഡിൽ ഞാൻ 0.15 എടുത്തു. ഇനി അതുപോലെ തന്നെ ഷോർട്ട് വാളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഷോർട്ട് വാളിൻ്റെ ലെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഷോർട്ട് വാൾ എടുക്കുമ്പോൾ ഇവിടുത്തെ 0.15. ഇനി ഇത്രയും ഡിസ്റ്റൻസ്, അകത്തുള്ള ഇത്രയും ഡിസ്റ്റൻസ് ഞാൻ എടുക്കണം. അത് നമുക്കറിയാം എത്രയാണ്, 6 + 6 പ്ലസ് ഇവിടെയും വാളിൻ്റെ സെൻട്രൽ ലൈൻ എടുത്താൽ മതി 0.15.
അപ്പോൾ ഷോർട്ട് വാൾ കിട്ടി, 3 ഷോർട്ട് വാളിൻ്റെയും കിട്ടി. ഇനി എനിക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ കാണുന്ന ലോങ് വാൾ. എത്ര ലോങ് വാൾ ഉണ്ട്? 2. 2 ഇൻറ്റു അതിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. സോ ഇവിടെയും സെൻട്രൽ ലൈൻ വിട്ടാണ് എടുക്കേണ്ടത്, ഇങ്ങനത്തും സെൻട്രൽ ലൈൻ വിട്ടാണ് എടുക്കേണ്ടത്. സോ അപ്പോൾ ആദ്യത്തേത് ഞാൻ ലെഫ്റ്റിൽ നിന്ന് പോവുകയാണ്. 0.15 പ്ലസ് ഇവിടുത്തെ മെഷർമെൻറ്റ് 4 മീറ്റർ പ്ലസ് ഇവിടെ 4 ഉണ്ട്. അപ്പോൾ 4 എടുക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു വാൾ തിക്നെസ് ഉണ്ട്, അത് ഫുള്ളായിട്ട് തന്നെ എടുക്കണം. 0.3 പ്ലസ്, ശ്രദ്ധിക്കുക സെൻറ്റിമീറ്ററിലുള്ളതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. സോ അവിടുത്തെ 6 മീറ്റർ പ്ലസ് ഇവിടെ വരുമ്പം സെൻട്രൽ ലൈനാണ് എടുക്കുന്നത് 0.15. ഓക്കെ, ഇത് ഇൻറ്റു ചെയ്ത് നോക്കാം. ഇൻറ്റു ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 40.10 മീറ്റർ. 40.10 മീറ്ററാണ് ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് ഓഫ് വാൾ എന്ന് പറയുന്നത്. ഈ ഒരു ലെങ്ത് വെച്ചിട്ടാണ് നമ്മളിനി ഓരോ സെക്ഷനും ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ സെൻട്രൽ ലൈൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ നമ്പർ ഓഫ് ജോയിൻറ്റ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര ജോയിൻ്റ് ഉണ്ട് എന്നുള്ളത്, അതും വെറും ജോയിൻ്റ് അല്ല, ടി സെക്ഷൻ തന്നെ എടുക്കണം. ടി ജോയിൻ്റ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ നോക്കാം, ഇത് ഒരു ടി ജോയിൻ്റ് ആണ്, ഇതൊരു ടി ജോയിൻ്റ് ആണ്, വേറെ ഒന്നുമില്ല. 1, 2 2 ടി ജോയിൻറ്റ്സ് ആണ് നമുക്കുള്ളത്. എത്ര ടി ജോയിൻറ്റ്സ് ആണ് നമുക്കുള്ളത്? ടി ജോയിൻറ്റ് 2 എണ്ണം. ടി ജംഗ്ഷൻ എന്നാണ് നമ്മൾ നോർമലി ഇതിനെ പറയുന്നത്. അപ്പോൾ ടി ജംഗ്ഷൻസ് 2 എണ്ണമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഈ ടി ജംഗ്ഷൻ എടുക്കാൻ കാരണം എന്ന് പറയുന്നത് നമ്മളിനി ഓരോന്നിൻ്റെയും ലെങ്ത് സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ലെങ്ത് കണ്ടുപിടിക്കുമ്പോൾ നോർമൽ എത്ര ലെങ്ത് ആണോ ഉള്ളത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ടോട്ടൽ ലെങ്ത് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഓരോന്നിനും ടോട്ടൽ ലെങ്ത് എടുക്കണം. അപ്പോൾ ടോട്ടൽ ലെങ്ത് എടുക്കുമ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും ലെങ്താണ് എടുക്കുന്നത്. അപ്പോൾ ലെങ്ത് എന്ന് മാത്രം എഴുതാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ തോന്നും. അപ്പോൾ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ടോട്ടൽ കണ്ടുപിടിച്ച ലെങ്ത് ഇല്ലേ, ആ ടോട്ടൽ ലെങ്ത് എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് കിട്ടിയത് 40.10, അതിൽ നിന്ന് മൈനസ് നമ്പർ ഓഫ് ജംഗ്ഷൻസ് എടുക്കാം. നമ്പർ ഓഫ് ജംഗ്ഷൻ ഇൻറ്റു ഹാഫ് വിഡ്ത്ത് ആണ് എടുക്കേണ്ടത്, ഇൻറ്റു ഹാഫ് വിഡ്ത്ത്. ഈ ഒരു ഇക്വേഷൻ ഒന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ ഏത് രീതിയിലുള്ളൊരു പ്ലാൻ തന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഒന്നുകൂടെ എഴുതാം. ഇക്വേഷൻ ഇതാണ്. നമ്മൾ ഓരോ സെക്ഷൻ്റെയും ലെങ്ത് കണ്ടുപിടിക്കുമ്പോൾ ടോട്ടൽ ലെങ്ത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച സെൻട്രൽ ലെങ്ത് മൈനസ് നമ്പർ ഓഫ് ജംഗ്ഷൻ ഇൻറ്റു ഹാഫ് വിഡ്ത്ത്. ഓക്കെ, ഇതാണ് നമ്മൾ വിഡ്ത്തിൻ്റെ ഹാഫ് വിഡ്ത്തുമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇതിത്ര ഓക്കെ ആണെങ്കിൽ നമ്മൾ ഏത് പ്ലാൻ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നേരെ പ്രോബ്ലത്തിലോട്ട് പോകാം. പ്രോബ്ലം എന്നല്ല, നമ്മൾ നേരെ ടേബിളിലോട്ട് പോവുകയാണ്. ഈ ഒരു ടേബിൾ മസ്റ്റാണ്, ടേബിൾ വരച്ചേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റത്തത് അതിൻ്റെ SL നമ്പർ അല്ലെങ്കിൽ ഐറ്റം നമ്പർ, പർട്ടിക്കുലേഴ്സ് ഓഫ് ഐറ്റംസ്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ എന്ന് എഴുതിയാലും മതി. ദെൻ എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് അറിയാം, ക്വാണ്ടിറ്റിയിൽ എത്ര നമ്പർ ഉണ്ടെന്ന് അറിയാം, നമ്പർ, പിന്നെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത്ത്, പിന്നെ ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്യുന്നതാണ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കാൽക്കുലേഷൻസ് കാണിക്കണമെങ്കിൽ ഒന്നേ റിമാർക്ക് എന്ന് കാണിക്കാം, അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി നോട്ട്സ്. ഇത്രയാണ് നമ്മളെ ടേബിള് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നോക്കേണ്ടത് എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ. കാരണം ക്വസ്റ്റ്യനിൽ തന്നെ ആദ്യം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ. അപ്പോൾ അതിൽ നമുക്കറിയാം എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു നമ്പർ ബേസ് ചെയ്താൽ നമ്മൾ എങ്ങനെയാണ് ആ ഒരു ഇത് നോക്കിയാൽ മതി. നമ്മുടെ തന്നിരിക്കുന്ന ഈ ഒരു പോർഷൻ, ഈ ഇത്രയും പോർഷൻസിലാണ് നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്യുന്നത്. എർത്ത് വർക്ക് എക്സ്കവേഷൻ എന്ന് പറയുമ്പോൾ നമ്പർ ഒരെണ്ണേ വരുള്ളൂ, ഏത് ക്വസ്റ്റ്യൻ ആയാലും ശരി നമ്പർ 1 ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത് ഇതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ സെയിം സ്റ്റെപ്പ് യൂസ് ചെയ്താൽ മതി. ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്, ടോട്ടൽ ലെങ്ത് നോക്കുക, 40.10 മൈനസ് അതുപോലെ തന്നെ 2 ഇൻറ്റു 2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ജംഗ്ഷൻ, 2 നമ്പർ ഓഫ് ടി ജംഗ്ഷൻസ് ആണുള്ളത്. 2 ഇൻറ്റു ഹാഫ് വിഡ്ത്ത് ആണ് പറഞ്ഞത്. വിഡ്ത്ത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇതാണ് വിഡ്ത്ത്. ഇതിനാണ് നമ്മൾ വാളിൻ്റെ ക്രോസ് സെക്ഷൻ തന്നേക്കുന്നത്. നമ്മുടെ വിഡ്ത്ത് ഇതാണ്. എർത്ത് വർക്ക് എക്സ്കവേഷൻ ആയാലും ലൈൻ കോൺക്രീറ്റ് ചെയ്യുമ്പോഴായാലും വിഡ്ത്ത് 1.10 മീറ്റർ ആണ് വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു, 1.10 മീറ്റർ അതിൻ്റെ ബൈ 2 ചെയ്തു. അപ്പോൾ നമുക്ക് 39 മീറ്റർ എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. നമ്മുടെ ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ്. സോ ലെങ്തിൻ്റെ പോർഷനിൽ നമ്മൾ 39 എന്ന് എഴുതി. അതിനുശേഷം നമ്മളിപ്പം ക്രോസ് സെക്ഷനിൽ കണ്ട ആ ഒരു ബ്രെഡ്ത്താണ് ഇവിടെ എഴുതേണ്ട 1.10 മീറ്റർ. അതുപോലെ ക്വസ്റ്റ്യനിൽ തന്നെ 1 മീറ്റർ ഡെപ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിൽ നോക്കുമ്പം കറക്റ്റ് ക്ലാരിഫൈ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഇതിൽ 1 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തരുന്നതാണ് 1 മീറ്റർ. ഇനി ഏതെങ്കിലും വാല്യൂ ഇല്ല എങ്കിൽ അത് നിങ്ങൾ തന്നിട്ടില്ല എങ്കിൽ നിങ്ങളുടെ രീതിക്ക് അസ്യൂം ചെയ്ത് എടുക്കാം. ഓക്കെ, അത് ഇതിൽ കൂടുതൽ അസ്യൂമൊന്നും വരത്തില്ല.
കാരണം ഏകദേശമുള്ള എല്ലാ വാല്യൂവും തന്നിരിക്കും. അപ്പോൾ ഹൈറ്റ് ഓർ ഡെപ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ഇനി എന്ത് ചെയ്യണം? ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി, നമുക്ക് ക്വാണ്ടിറ്റി കിട്ടും. അപ്പോൾ എന്തായി? ഫസ്റ്റ് സ്റ്റെപ്പായി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ കണ്ടുപിടിക്കാനാണ്. സോ ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ എടുക്കാം. ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്രോസ് സെക്ഷൻ നോക്കി മനസ്സിലാക്കിയാൽ മതി ഏത് പോർഷനാണെന്ന്. ലൈം കോൺക്രീറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്യുന്ന അത്രയും പോർഷനിൽ തന്നെ നമ്മൾ ലൈം കോൺക്രീറ്റ് ഫൗണ്ടേഷനും കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടത്തെയും ബ്രെഡ്ത്ത് വരുമ്പോൾ 1.10 മീറ്റർ, ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ എത്രയാണോ കൊടുത്ത് അത് സെയിം തന്നെ ആയിരിക്കും വരുന്നത്. പിന്നെ ഉള്ളതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് ആണ്. ലൈം കോൺക്രീറ്റിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് 30 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 30 സെൻറ്റിമീറ്റർ ആണ് തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിലെല്ലാം എഴുതാമല്ലോ. ലൈം കോൺക്രീറ്റും ക്വാണ്ടിറ്റി എത്രയേ ഉള്ളൂ? 1 ആണ്. ലെങ്ത് സെയിം ആണ്, ബ്രെഡ്ത്ത് സെയിം ആണ്. അതുപോലെ തന്നെ 30 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്, അതിനെ മീറ്ററിലാക്കിയപ്പോൾ 0.3. ഇനി ഇത് എല്ലാം കൂടെ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ചെയ്താൽ മതി, നമുക്ക് 12.87 എന്ന് കിട്ടും. അപ്പം നമ്മൾ ആദ്യത്തെ 2 സെക്ഷനും എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞത് എന്ത് പോർഷൻ കണ്ടുപിടിക്കാനാണ്? ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ സിമന്റ് മോട്ടാർ 1:6 ഇൻ ഫൗണ്ടേഷൻ ആൻഡ് പ്ലിന്ത്, ഇതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് ഫൗണ്ടേഷൻ്റെ പ്ലിന്തിൻ്റെ കാര്യം വരെയാണ് ഈ ഒറ്റ സ്ട്രെച്ചിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യം ക്വസ്റ്റ്യനിൽ എത്ര ഫൂട്ടിംഗ് ഉണ്ടെന്ന് നോക്കാം. ഫൂട്ടിംഗ് എത്ര ഉണ്ട് അത് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് 80ൻ്റെത് ഫസ്റ്റ് ഫൂട്ടിങ്, 70 സെക്കൻഡ് ഫൂട്ടിങ്, 60 തേർഡ്, 50 ഫോർത്ത്, ഇങ്ങനെ 4 ഫൂട്ടിംഗ് ആണ് തന്നിട്ടുള്ളത്. ഫൂട്ടിങ്ങിന് പുറമെ എന്തുകൂടെയുണ്ട്? ഈ സെക്ഷൻ പ്ലിന്താണ്. ഇനി ഈ ഓരോ സെക്ഷൻ്റെയും എന്ത് തന്നിട്ടുണ്ട്? ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഈ ഫിഗർ പറയത്തില്ല, നമ്മൾ ജസ്റ്റ് എഴുതിയായിരിക്കും പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് ഫൂട്ടിംഗ് എടുക്കുമ്പോൾ ബ്രെഡ്ത്ത് 80 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് ചോദിച്ചാൽ 20 ആണ്. ഇനി സെക്കൻഡ് ഫൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ബ്രെഡ്ത്ത് പറയുന്നത് 0.7 ആണ്, അതിൻ്റെ ഹൈറ്റ് 10 ആണ്. അടുത്തത് തേർഡ് വരുമ്പം 60യും 10ഉം, ഫോർത്ത് വരുമ്പോൾ 50യും 10ഉം, ഈ ഒരു രീതിയിലാണ് വരുന്നത്. അതുപോലെ ഇനി പ്ലിന്തിലോട്ട് നമ്മൾ കിടക്കുവാണ്. പ്ലിന്തിലോട്ട് കിടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പ്ലിന്തിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമുക്കതും ഓൾറെഡി തന്നിട്ടുണ്ട്. 40 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ വിഡ്ത്ത്. അതുപോലെ തന്നെ അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഈ കണ്ട ഈ നോക്കുക, ഈ ഒരു ഫുൾ ഡെപ്ത് നമ്മൾ ഗ്രൗണ്ട് ലെവലിന് മുകളിലുള്ള അത്രയും പോർഷൻസ് നമ്മൾ പ്ലിന്തിലോട്ട് എടുക്കേണ്ടി വരും. സോ അപ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയാണ് വരുന്നത്? 60 + 20 സെൻറ്റിമീറ്റർ, അങ്ങനെ 80 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ പ്ലിന്ത് ലെവൽ കറക്റ്റായിട്ട് കണക്കാക്കുന്നത്. ഫിഗർ കാണുമ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത്രയും 20 തന്നിട്ടുണ്ട്, മുകളിലുള്ളത് 60 എന്ന് വെച്ചാൽ ഗ്രൗണ്ടിൻ്റെ മുകളിൽ 60യും അതിന് താഴെ കുറച്ച് പോർഷൻ വരുന്ന 20. ഇത് രണ്ടും കൂടെ ചേർത്ത് 80 സെൻറ്റിമീറ്റർ ആയിട്ടാണ് നമുക്ക് പ്ലിന്തിൻ്റെ വാല്യൂ തന്നേക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം കൂടെ ഇവിടെ അറിയേണ്ടത് ഡാം പ്രൂഫ് കോഴ്സ്. ഡാം പ്രൂഫ് കോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും പ്ലിന്തിൻ്റെ വിഡ്ത്ത് എത്രയാണോ ആ വിഡ്ത്തിൽ തന്നെയായിരിക്കും നമ്മൾ ഡാം പ്രൂഫ് കോഴ്സ് കൊടുക്കുന്നത്. 2.5 സെൻറ്റിമീറ്റർ സിമന്റ് കോൺക്രീറ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡാം പ്രൂഫ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ഇനി കുറച്ച് വ്യത്യാസം കൂടെ ഉണ്ട്, അത് നമുക്ക് ടേബിളിൽ എഴുതുമ്പം പറയാം. ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്ന് ടേബിളിൽ എഴുതാം. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്കിൻ്റെ ഫസ്റ്റ് ഫൂട്ടിംഗ് ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഫസ്റ്റ് ഫൂട്ടിംഗ് എഴുതുമ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ബ്രെഡ്ത്തിൻ്റെയും ഡെപ്തിൻ്റെയും വാല്യൂ. അപ്പോൾ ഇനി ഫസ്റ്റ് ഫൂട്ടിംഗ് എന്ന് പറയുമ്പം നമ്മൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അറിയാം. ഫസ്റ്റ് ഫൂട്ടിംഗ് എത്ര എണ്ണേ ഉള്ളൂ? ഒരെണ്ണേ ഉള്ളൂ. ഫസ്റ്റ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് ഒരെണ്ണം. ഇനി അതിൻ്റെ ബ്രെഡ്ത്ത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഡെപ്തും നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് അതുപോലെ എഴുതി. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ലെങ്ത് ഇവിടെ കണ്ടുപിടിക്കണം. ലെങ്ത് കണ്ടുപിടിക്കാൻ നേരത്തെ സെയിം ഇക്വേഷൻ കൊടുത്താൽ മതി. ടോട്ടൽ ലെങ്ത് നമുക്കറിയാം എത്രയാണ്? നമ്മൾ കണ്ടുപിടിച്ച സെൻട്രൽ ലൈൻ ലെങ്ത് 40.410. അതിൽ നിന്ന് നമ്പർ ഓഫ് ജംഗ്ഷൻസ് 2 ഇൻറ്റു ഇവിടുത്തെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ബ്രെഡ്ത്ത് ആണ് എടുക്കേണ്ടത്. 0.8 ആണ് ബ്രെഡ്ത്ത് ബൈ 2. ഇത് ചെയ്താൽ മതി. ഇനി സെക്കൻഡ് ഫൂട്ടിംഗ് എടുക്കുക. സെക്കൻഡ് ഫൂട്ടിംഗ് എടുക്കുമ്പോഴും സെക്കൻഡ് ഫൂട്ടിങ്ങിൻ്റെ നമ്പർ എത്രയേ ഉള്ളൂ? ഒരെണ്ണേ ഉള്ളൂ. സോ നമ്പർ 1 ആണ്. ഇനി ഇതിൻ്റെ ലെങ്ത് ബ്രെഡ്ത്തും ഡെപ്തും ഓൾറെഡി നമ്മളിപ്പോൾ പറഞ്ഞു 0.70 മീറ്റർ, 0.10 ആണ്, 0.10 ആണ്. ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. 10 ആണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ലെങ്ത് മൈനസ് നമ്പർ ഓഫ് ജംഗ്ഷൻസ് ഇൻറ്റു ഹാഫ് വിഡ്ത്ത് ചെയ്താൽ നമുക്ക് അവിടത്തെയും ലെങ്ത് കിട്ടും. സെയിം പ്രൊസീജിയറിൽ തന്നെയാണ് എന്തും ചെയ്യേണ്ടത്. തേർഡ് ഫൂട്ടിങ്ങും ഫോർത്ത് ഫൂട്ടിങ്ങും. തേർഡ് ഫൂട്ടിങ്ങിൽ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി 1 ആണ്, ബ്രെഡ്ത്ത് 0.60, അതുപോലെ ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് 0.10. സോ അവിടുത്തെ ലെങ്ത് 39.50 എന്ന് കിട്ടും. ഇതുപോലെ തന്നെ ഫോർത്തിൻ്റെയും ക്വാണ്ടിറ്റി 1 ആണ് വരുന്നത്, ബ്രെഡ്ത്ത് 0.50, അതുപോലെ ഡെപ്ത് 0.10. അതിൻ്റെയും ലെങ്ത് കണ്ടുപിടിക്കുമ്പോൾ 39.60. ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി?
ഇൻറ്റു ചെയ്താൽ മതി. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? 4 ഫൂട്ടിങ്ങിൻ്റെയും വാല്യൂ കണ്ടുപിടിച്ചു. പക്ഷേ 4 ഫൂട്ടിങ്ങിൻ്റെ മാത്രമല്ലല്ലോ ആ സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്ന പ്ലിന്ത് ലെവലൂടെ വരുന്നുണ്ട്. പ്ലിന്ത് എടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു അവിടുത്തെ ബ്രെഡ്ത്ത് 0.40യും അതുപോലെ അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 0.80 ആണ്. 80 എങ്ങനെ വന്നു? ഈ ഒരു 60യും ഗ്രൗണ്ടിൻ്റെ മുകളിലുള്ള കുറച്ച് പോർഷനോ ഗ്രൗണ്ടിൻ്റെ താഴെയുള്ളത് 20യും ഗ്രൗണ്ടിൻ്റെ മുകളിൽ 60. അപ്പോൾ ടോട്ടൽ എടുക്കുമ്പോൾ 60 + 20. അങ്ങനെയാണ് നമുക്ക് പ്ലിന്തിൻ്റെ വാല്യൂ എത്രയായിട്ട് കിട്ടിയത്? 80 ആയിട്ട് കിട്ടിയത്. 0.80 മീറ്റർ. ഇനി അതിൻ്റെ തിക്നെസ് 0.40 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ടോട്ടൽ ലെങ്ത് മൈനസ് നമ്പർ ഓഫ് ജംഗ്ഷൻസ് ഇൻറ്റു അവിടുത്തെ ഹാഫ് വിഡ്ത്ത് എടുത്താൽ മതിയാവും. എല്ലിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? 3ഉം കൂടെ നമ്മൾ ഇൻറ്റു ചെയ്തിട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ക്വാണ്ടിറ്റി കിട്ടും. ഇനി ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ ഇത്രയും പോർഷൻസ് കൂടെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഫസ്റ്റ് ഫൂട്ടിങ്, സെക്കൻഡ് ഫൂട്ടിങ്, തേർഡ് ഫൂട്ടിങ് ടോട്ടൽ എടുക്കണം. ബാക്കി എല്ലാത്തിലും സിംഗിൾ ആയിട്ടാണ് ഉണ്ടായിരുന്നത്, അതാണ് നമ്മൾ ആഡ് ചെയ്യാത്തത്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത്രയും കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 26.10 എന്ന് കിട്ടും. അതും മീറ്റർ ക്യൂബിലാണ് വരുന്നത്. യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. ഇപ്പോൾ പറഞ്ഞതിൻ്റെ എല്ലാത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഡാം പ്രൂഫ് കോഴ്സാണ്. പ്ലിന്ത് വാളുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്താണ്? ഡാം പ്രൂഫ് കോഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. DPC എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡാം പ്രൂഫ് കോഴ്സ് DPC 2.5 സെൻറ്റിമീറ്റർ തിക്നെസ്സിലാണ് കൊടുത്തിരിക്കുന്നതെന്ന് ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട്. DPC ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, DPCയിൽ നമ്മൾ എന്തെടുക്കത്തില്ല? ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് എടുക്കത്തില്ല. കാരണം അതിൽ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റേ എന്താണ്? DPC എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ ആണ്. DPC മീറ്റർ സ്ക്വയറിലാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്? ആ ഒരു ക്വാണ്ടിറ്റി എടുക്കേണ്ട ആവശ്യമില്ല. അത് നെഗ്ലിജിബിൾ എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. സോ ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പ്ലിന്ത് എത്ര വിട്ടാണോ അത്ര വിട്ട് തന്നെയായിരിക്കും എന്തിനും വരുന്നത്? DPCക്കും ചെയ്യുന്നത്. ഇനി ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ തൊട്ട് മുന്നേ പ്ലിന്തിന് ചെയ്ത അതേ ലെങ്ത് ആയിരിക്കും ഇവിടെയും വരുന്നത്. അപ്പോൾ ലെങ്തും വിട്ടും സെയിം ആയിട്ടായിരിക്കും DPCക്ക് വരുന്നത്. പിന്നെ എന്ത് കാണത്തില്ല? ഹൈറ്റ് കാണത്തില്ല. സോ ആ ഉള്ള എല്ലാ ക്വാണ്ടിറ്റീസും നമ്മൾ ഇൻറ്റു ചെയ്ത് എഴുതാം. അപ്പോൾ 15.88 എന്ന് കിട്ടി. ഇനി DPC ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഡോർ ഉണ്ടെങ്കിൽ ഡോറിൻ്റെ പോർഷൻ നമ്മൾ ഡിഡക്റ്റ് ചെയ്തിട്ടേ കാൽക്കുലേറ്റ് ചെയ്യാവൂ. അപ്പോൾ അടുത്ത് ചെയ്യേണ്ടത് നമ്മുടെ ഫിഗർ നോക്കുക. ഫിഗറിൽ നമ്മൾ ഓൾറെഡി ആദ്യമേ പറഞ്ഞ സമയത്ത് പറഞ്ഞു എത്ര ഡോറുണ്ട്? 2 ഡോറുണ്ട്. ഈ 2 ഡോറും ഡിഡക്റ്റ് ചെയ്യണം. ഡിഡക്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കിക്കേ. 1.20 × 2.10 ആണ് വരുന്നത്. 1.20 ആണ് അവിടുത്തെ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത്. സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ തന്നെ എഴുതേണ്ടതാണ്. ഡാം പ്രൂഫിൻ്റെ ഡിഡക്ഷൻ എല്ലാം അതിൻ്റെ കൂടെ തന്നെ വേണം. ഡിഡക്റ്റ് ഡോർ സിൽസ്. ഡോറിൻ്റെ സിൽ പോർഷൻ ഞാൻ ഡിഡക്റ്റ് ചെയ്യാൻ പോവുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് ഡോർ എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു? നമ്പർ ഓഫ് ക്വാണ്ടിറ്റി 2 ആണ്. അതുപോലെ തന്നെ ബ്രെഡ്ത്ത് ഞാൻ പറഞ്ഞു 1.20. ഇനി ഏത് ലെവലിലാണ് കൊടുക്കുന്നത്? 1.20 ആണ് ബ്രെഡ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വരുമ്പോൾ ലെങ്ത് ആണ്. ശ്രദ്ധിക്കുക, ഡോറിൻ്റെ ബ്രെഡ്ത്തായിട്ട് പറയുന്നത് ഇവിടെ വരുമ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് ലെങ്ത് ആയിട്ടാണ് കൂട്ടുന്നത്. വാളിൻ്റെ തിക്നെസ് ആണ് ഇവിടുത്തെ ബ്രെഡ്ത്ത്. വാളിൻ്റെ തിക്നെസ് അല്ല, DPC ആയതുകൊണ്ട് പ്ലിന്തിൻ്റെ തിക്നെസ് ആണ് എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ ബ്രെഡ്ത്ത്. അപ്പോൾ 0.40. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിലും ഈ ഒരു ക്വാണ്ടിറ്റി നമ്മൾ കൂട്ടത്തില്ല. അപ്പോൾ ഇതിൽ വരുന്ന ആൻസർ എന്ന് വെച്ചാൽ 2 × 1.20 × 0.4 ആൻസർ 0.96 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെത് ആഡ് ചെയ്തല്ല സബ്സ്ട്രാക്ട് ചെയ്ത് എഴുതണം. 15.88 നിന്ന് 0.96 കുറച്ചിട്ടുള്ള വാല്യൂ വേണം നമ്മൾ ഇവിടെ കാണിക്കേണ്ടത്. ഓക്കെ, അടുത്ത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ ഏതാണ്? ലാസ്റ്റ് സെക്ഷനാണ്. 5ാമത്തേത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ ലൈം മോട്ടാർ ഇൻ സൂപ്പർ സ്ട്രക്ചർ. സൂപ്പർ സ്ട്രക്ചറിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. സോ സൂപ്പർ സ്ട്രക്ചർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡിഡക്ഷൻ വരും. ഡിഡക്ഷൻ എല്ലാം നമ്മൾ കറക്റ്റ് ഡിഡക്റ്റ് ചെയ്ത് തന്നെ പോകണം ടോട്ടലിൽ നിന്ന്. സോ ആദ്യം നമുക്ക് ഇതിൻ്റെ ബ്രെഡ്ത്ത് നോക്കാം. നമ്മുടെ വാൾ തിക്നെസ് എത്രയാണ് തന്നിരിക്കുന്നത്? സൂപ്പർ സ്ട്രക്ചറിൽ വാൾ തിക്നെസ് 30 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ 0.3 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഡെപ്ത് തന്നിട്ടുണ്ട് 4.20 മീറ്റർ. സോ എഴുതാമല്ലോ. അതുപോലെ ബ്രെഡ്ത്ത് 0.30, ഡെപ്ത് 4.20. ഇനി ലെങ്ത് കണ്ടുപിടിക്കണം. ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ കിട്ടിയ ലെങ്ത് മൈനസ് നമ്പർ ഓഫ് ജംഗ്ഷൻസിൻ്റെ ഹാഫ് വിഡ്ത്ത് എടുക്കുമ്പോൾ 0.30/2 എടുത്താൽ മതി. ആൻസർ 39.80 എന്നാണ് നമ്മുടെ ലെങ്ത് കിട്ടുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് ഇൻറ്റു ചെയ്യണം. സൂപ്പർ സ്ട്രക്ചർ ഒന്നായിട്ടല്ലേ ഉള്ളൂ, ആ ഒരെണ്ണം എടുത്തു. ഇപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ 50.15 എന്ന് കിട്ടും. ഇനി ഇത് ഒറിജിനൽ വാല്യൂ. ഇതിൽ തന്നെ ഒരുപാട് ഡോർസ് വരുന്നുണ്ട്, വിൻഡോ വരുന്നുണ്ട്, ഷെൽഫ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിന് ഡിഡക്റ്റ് ചെയ്യണം. ഇനി നമ്മൾ ഡിഡക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഈ ഡിഡക്ഷനൊക്കെ ചെയ്യുന്നത് ലോങ് വാൾ ഷോർട്ട് വാളൊക്കെ ഒരേ മെത്തേഡ് തന്നെയാണ്.
അപ്പോൾ ഡിഡക്ഷനിൽ ഫസ്റ്റ് ഞാൻ ഡോറാണ് എടുക്കുന്നത്. ഡോർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എത്ര ഡോർ ഉണ്ടെന്ന് പറഞ്ഞു. ഡോറ് 2 എണ്ണം ഉണ്ട് പ്ലാൻ പ്രകാരം. അതുപോലെ തന്നെ വിൻഡോ എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു, 4 എണ്ണം ഉണ്ട്. ഷെൽഫ് എടുക്കുകയാണെങ്കിൽ അത് 2 എണ്ണം ഉണ്ട്. ഇനി ഇത് ഓരോന്നിൻ്റെയും മുകളിൽ നമ്മൾ ലിൻഡൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഡോറാണ് എടുക്കുന്നത്. ഡോറിൻ്റെത് എത്രയെന്ന് പറഞ്ഞു, 2 നമ്പറാണ്. സോ 2 നമ്പേഴ്സ് എഴുതി. ഇതിൻ്റെ ബ്രെഡ്ത്ത്, ഡോറിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുമ്പം നോർമലി നമ്മൾ ലെങ്ത് ആയിട്ടാണ് എടുക്കുന്നത്. കാരണം നമുക്ക് നോർമലി ഡോറിൻ്റെ വിഡ്ത്ത് നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെ, അവിടെ വരുന്ന ബ്രെഡ്ത്താണ് നമ്മളിവിടെ ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ 1.20 മീറ്റർ. അതുകൊണ്ട് വാളിൻ്റെ തിക്നെസ് 0.30 ആണ്. അതുപോലെ അതിൻ്റെ ഹൈറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്, 2.10 മീറ്റർ. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിലെ സ്പെസിഫിക്കേഷൻ ഈ ഏരിയയിലാണ് കിടക്കുന്നത്. 1.20 മീറ്റർ ഇൻറ്റു 2.10 മീറ്റർ. ഇതാണ് ഹൈറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇത് നമ്മളിവിടെ ലെങ്ത് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത വിൻഡോ ആണ്. വിൻഡോ എത്ര എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത്, 4 വിൻഡോ ആണുള്ളത്. അതിൻ്റെ ബ്രെഡ്ത്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതിന് ഞാൻ ലെങ്ത് ആയിട്ട് എഴുതി. വാളിൻ്റെ തിക്നെസ് ആണ് അവിടുത്തെ ബ്രെഡ്ത്ത്. അതുപോലെ ഹൈറ്റ് 1.50 ഇൻറ്റു ചെയ്തിട്ട് 1.80 എന്ന് കിട്ടും. അടുത്ത് പറയുന്നത് ഷെൽഫ്സ് ആണ്. ഷെൽഫ്സും 2 എണ്ണം ഉണ്ട്. അതിൻ്റെയും ലെങ്ത് ഞാൻ ബ്രെഡ്ത്ത് ഞാൻ ലെങ്ത് ആയിട്ട് എഴുതി. തിക്നെസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ടോട്ടലുള്ള വാളിൻ്റെ പകുതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫുൾ പോർഷനിൽ ചെയ്തിട്ടില്ല. അതിൻ്റെ ഫുൾ പോർഷനിലല്ല ഷെൽഫ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ തിക്നെസ്, വാൾ തിക്നെസ് എന്ന് പറയുന്നത് 20 ആയിട്ട് എടുത്തത്. സോ എങ്ങനെയാണ് നമ്മളിവിടെ എടുത്ത ഷെൽഫ്സ്, 0.20 മീറ്റർ. പിന്നെ അതിൻ്റെ നമ്മുടെ ഹൈറ്റ് തന്നിട്ടുണ്ട്, അത് അതുപോലെ എഴുതി. എല്ലാം കൂടെ ഇൻറ്റു ചെയ്തു. ഓക്കെ, അപ്പോഴത്തേക്കും എനിക്ക് ആദ്യത്തെ പോർഷൻ കിട്ടി. ഇനി ലിൻഡിലൂടെ എനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലിൻഡിൽ ചെയ്യുന്നത് ഇവിടെ ഇപ്പം ഷെൽഫ് ചെയ്യുന്ന സമയത്ത് ഷെൽഫിൻ്റെ 10 സെൻറ്റിമീറ്റർ തിക്ക് വാളാണ് ബാക്കപ്പ് ആയിട്ട് നമ്മളെന്ന് വെച്ചാൽ ആ ഒരു എക്സ്ട്രാ പോർഷൻസ് ആയിട്ട് കിടക്കുന്നത്. വെച്ചാൽ ഫുൾ കംപ്ലീറ്റ് എടുക്കത്തില്ല. അതാണ് ഞാൻ 20 എടുത്തത്. അടുത്ത് പറയുന്ന ലിൻഡിൽ ഓവർ ഡോറാണ്. ഡോറിന് മുകളിൽ കൊടുക്കണം, വിൻഡോയ്ക്ക് മുകളിൽ കൊടുക്കണം, ഷെൽഫ്സിന് മുകളിൽ കൊടുക്കണം. സോ ക്വാണ്ടിറ്റി എല്ലാം നമ്മൾ എഴുതിയ പോലെ 242 തന്നെയാണ് എഴുതിയത്. ഇനി ഇതിൻ്റെ ലെങ്ത് ചെയ്യുമ്പം വ്യത്യാസമുണ്ട്. ലെങ്ത് ചെയ്യുമ്പോൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് നമ്മൾ 1.20 പറഞ്ഞു. പ്ലസ് ഇതിൻ്റെ 2 സൈഡ്, ലിൻഡറിൻ്റെ 2 സൈഡ് മുകളിൽ അകത്തോട്ട് കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് അകത്തോട്ട് കയറിയിരിക്കില്ലേ, ആ കയറിയിരിക്കുന്നത് നമ്മൾ 0.15 അതിൻ്റെ പകുതിയിൽ കയറിയിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ ആൻസർ നമുക്ക് എത്ര കിട്ടും, 1.5 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വരുന്നത്, നമ്മൾ അതിൻ്റെ തന്നിരിക്കുന്ന ബ്രെഡ്ത്ത് അല്ലെങ്കിൽ ഇതിലെടുത്തിരിക്കുന്ന ലെങ്ത് പ്ലസ് 0.15 പ്ലസ് 0.15. 0.15 എന്ന് പറയുന്നത് വാളിൻ്റെ വിഡ്ത്തിൻ്റെ ഹാഫാണ്. ഓക്കെ, 1.5 കിട്ടും. അടുത്ത് വിൻഡോ നോക്കാം. വിൻഡോയിലും ഇതേ ഇത് തന്നെയാണ്. 1 മീറ്ററാണ് തന്നിരിക്കുന്നത്. 1 മീറ്റർ പ്ലസ് 0.15 പ്ലസ് 0.15 ചെയ്യുമ്പോൾ 1.30 കിട്ടും. വാളിൻ്റെ തിക്നെസ് 0.30. അതുപോലെ തന്നെ ഇവിടെ ബിയറിങ് 15 സെൻറ്റിമീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാ കിടപ്പുണ്ട്. ഷെൽസ് ആർ 50, ലിൻഡൽ ഓവർ ഡോർസ് വിൻഡോസ് ആൻഡ് ഷെൽസ് ആർ 15 സെൻറ്റിമീറ്റർ തിക്ക്. അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ബിയറിങ് 15 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 3ലും 15 സെൻറ്റിമീറ്റർ തന്നെ എഴുതാം. 50 സെൻറ്റിമീറ്റർ കൺവേർട്ട് ചെയ്ത് 0.15 ഇൻറ്റു ചെയ്തിട്ട് ലാസ്റ്റ് എഴുതാം. ഈ ഒരു കാര്യമാണ് ഇവിടെ ഉള്ളത്. സെയിം ആണ്, സിമിലർ ആണ്. എല്ലാം കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്തത് ടോട്ടൽ വാല്യൂവിൽ നിന്ന്, ടോട്ടൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ 50.15 ആണ്. അതിൽ നിന്ന് ഈ ഇപ്പോൾ കിട്ടിയ വാല്യൂ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ സൂപ്പർ സ്ട്രക്ചറിൻ്റെ വാല്യൂ കിട്ടും. 45.75 ആണ് കിട്ടുന്നത്. ഈ ഡിഡക്ഷൻ എല്ലാം മൈനസ് ചെയ്ത് തന്നെ ചെയ്യണം. കിട്ടുന്ന സാധനങ്ങളെല്ലാം ഡിഡക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് എല്ലാം കൂടെ പ്ലസ് ചെയ്യുക. എന്നിട്ട് ആ വാല്യൂ മെയിൻ വാല്യൂൻ്റെ കൂടെ ചേർത്ത് മൈനസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ സെൻട്രൽ ലൈൻ മെത്തേഡിൽ ചെയ്യാൻ പറ്റുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. ഇതിൻ്റെ ഒരു ലോങ് വാൾ, ഇതേ സെയിം പ്രോബ്ലത്തിൻ്റെ ലോങ് വാൾ ഷോർട്ട് വാൾ കൂടെ നോക്കി വെച്ചേക്കാം. ചിലപ്പോൾ സ്പെസിഫൈ ചെയ്യത്തില്ല ക്വസ്റ്റ്യനിൽ. മിക്കവാറും ഒക്കെ സെൻട്രൽ ലൈൻ മെത്തേഡാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈസിയും അതാണ്, രണ്ടും ഈസിയാണ്. എങ്കിലും കുറച്ചുകൂടെ സമയം ലാഭിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സെൻട്രൽ ലൈൻ മെത്തേഡ്.